പട്ടാമ്പി ഭാഗത്ത് തന്നെയും ഒരുപാട് ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഒരു അദ്ദേഹത്തിന് വീടൊക്കെ വെച്ച് വെച്ചു അതിന്റെ താക്കോൽദാനം കഴിഞ്ഞോ? ആ അപ്പം ഇതൊന്നും പക്ഷെ പബ്ലിക്കിലേക്ക് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നില്ല. അതിന്റെ ഒരു അവസരമല്ല ഇപ്പൊ, ഉപകാരം ഉണ്ടാവില്ല അത് ചെയ്താൽ. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഞാനൊരു രാഷ്ട്രീയക്കാരനായിട്ടില്ല ഇപ്പം. അതല്ല ഇപ്പം നീ പറഞ്ഞ ആ ഒരു സംഭവം, അത് ഞാൻ എൻ്റെ അവിടെയും കൂടി അല്ല. സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ സമയത്ത് അത് ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഇവിടെ തൃശ്ശൂർ തന്നെ തൃപ്രയാർ സൈഡിൽ 2 വീട് വെച്ച് കൊടുത്തു. ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ടി വിയിൽ ആദ്യത്തെ ടി വി ഓൺ ചെയ്തപ്പോൾ ബോധം വന്നപ്പോൾ കണ്ടതാണ്. ടി വി അല്ല, മൊബൈലിലാണ്. മൊബൈൽ 7 ദിവസം കഴിഞ്ഞപ്പോൾ കൈ കിട്ടിയപ്പം ഒരു അമ്മൂമ്മയും കുറേ കുട്ടികളും കൂടെ ഒരു കുടി വെക്കുന്നു. അതിൻ്റെ പിറകിലൊരു ചെറ്റക്കുടലും ടാർപ്പാളിൻ ഷീറ്റ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു അവരുടെ വീട് ഞാൻ ശരിയാക്കി തരാമെന്ന്. ഞാൻ വിചാരിച്ചു 2-3 ലക്ഷം രൂപ എന്നു. അത് നോക്കുമ്പോൾ അവരുടെ തൊട്ടപ്പുറത്ത് അനിയൻ്റെ വീടും അതുപോലെ തന്നെയാണ്. അപ്പം ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികൾ 2 വീട്ടിലത്തെയാണ്. അങ്ങനെ ഞാൻ ഇത് അനൗൺസ് ചെയ്ത് സാജൻ അറിഞ്ഞു. സാജൻ എൻ്റെ സുഹൃത്താണ്. സാജൻ അതെ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നല്ലൊരു ബില്ലും കൊടുത്തിട്ടിരിക്കല്ലേ, ഇപ്പോൾ വീടുന്നപ്പോൾ ഞാൻ പറഞ്ഞ് സാജ വിചാരിച്ചൊരു 2 മാസത്തിൻ്റെ പെൻഷൻ 3 മാസത്തിൻ്റെ പെൻഷൻ തട്ടാം. ഇല്ലല്ല ഞാനതിൽ കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ കൊടുത്ത് വിത്തിൻ 2 days വി ഗോട്ട് 16 lakh rupees, 17+ സംതിങ് 2 ദിവസത്തിനകത്ത് നമ്മൾ വീട് വെച്ച് കൊടുത്തു. അപ്പോൾ ആ ഇനിഷ്യേറ്റീവിൽ അതങ്ങ് പോയി. ഇവിടെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ പലരും അതിൻ്റെ പിറകിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും.